നമസ്കാരം. നിലവിലുള്ള മനുഷ്യന്റെ 10,000 ഇരട്ടി ബുദ്ധിയുള്ള മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുമോ? പകുതി മനുഷ്യ മസ്തിഷ്കവും പകുതി കമ്പ്യൂട്ടറുമായ സൂപ്പർമാന്റെ കഥയൊക്കെ ലെയ്ൻ ബാങ്ക്സിന്റെ പോലുള്ള എഴുത്തുകാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇവ സയൻസ് ഫിക്ഷനായി ചിരിച്ചു തള്ളി. എന്നാൽ ഇലോൺ മസ്ക് എന്ന ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന കിറുക്കനായ ശതകോടീശ്വരന് ഇത് വെറും കഥയായി തോന്നിയില്ല. ഭ്രാന്തൻ ആശയങ്ങൾ തോന്നുക, അത് നടപ്പാക്കി ലോകത്തെ അത്ഭുതപ്പെടുത്തുക, അതാണ് മസ്കിന്റെ രീതിയും. ന്യൂസ് ഇൻഡെപ്തിൽ നിന്ന് പറയുന്നതും ലോകത്തെ തിരുത്തിക്കുറിക്കുന്ന മസ്കിന്റെ ആശയങ്ങളെക്കുറിച്ചാണ്. മനുഷ്യന്റെ ചിന്തകളെ കമ്പ്യൂട്ടറുകളുമായി ബന്ധിപ്പിക്കുക എന്ന അത്യപൂർവമായ ആശയം മസ്കിലേക്ക് എത്തുന്നത് ലെയ്ൻ ബാങ്ക്സിന്റെ എഴുത്തുകളിൽ നിന്നാണ്. എഴുത്തുകാരനായ വാൾട്ടർ ഐസക്സണിന്റെ മസ്കിനെ കുറിച്ചുള്ള പുസ്തകത്തിൽ ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. മനുഷ്യന്റെ ചിന്തകളെ കമ്പ്യൂട്ടറുകളുമായി ബന്ധിപ്പിക്കാൻ കഴിയുമെന്നും അതിനായുള്ള ഗവേഷണങ്ങൾക്കായി താൻ ശതകോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നും 2016 ഇലോൺ മസ്ക് പറഞ്ഞപ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മറ്റൊരു ഉച്ചക്കിറുക്ക് എന്ന് കരുതിയവർ ഒട്ടേറെ. അറ്റ്ലാന്റിക് സമുദ്രത്തിന് പാലം കെട്ടാനും ആകാശത്തിന് പന്തലിടാനും ഒക്കെ ആരെങ്കിലും ഒരു പ്രോജക്റ്റുമായി വന്നാൽ അതിൽ വീണുപോകുന്നവനാണ് മസ്ക്. ചൊവ്വയിൽ 10 ലക്ഷം പേരുടെ ഒരു കോളനി സ്ഥാപിക്കാനും മണിക്കൂറിൽ 1000 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കുമെന്ന് കരുതപ്പെടുന്ന ട്യൂബ് ഗതാഗത സംവിധാനത്തിനും ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് മിന്നൽ വേഗത്തിൽ ആളുകളെ എത്തിക്കാൻ കഴിയുന്ന സ്റ്റാർഷിപ്പിനും മനുഷ്യൻ ചെയ്യാത്ത എല്ലാ അപകടകരമായ തൊഴിലും ചെയ്യുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിനുമൊക്കെ കോടികളാണ് മസ്ക് മുടക്കിയിട്ടുള്ളത്. മനുഷ്യന്റെ തലച്ചോർ കമ്പ്യൂട്ടറുമായി ഘടിപ്പിക്കുക എന്ന ന്യൂറാലിങ്ക് സാങ്കേതിക വിദ്യയെയും അതുപോലെ നടന്നു എന്ന് പറയാവുന്ന 10-1 വിജയം പോലും ഇല്ലാത്ത പ്രോജക്റ്റ് ആയിട്ടാണ് ലോകം കണ്ടത്. പക്ഷേ കളി മാറി. 8 വർഷത്തെ തുടർച്ചയായ പരീക്ഷണത്തിനൊടുവിൽ ന്യൂറാലിങ്ക് പ്രാഥമിക വിജയം കണ്ടിരിക്കുന്നു. ന്യൂറാലിങ്കിൽ നിന്ന് ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ച ആദ്യത്തെ മനുഷ്യന് മനസ്സുകൊണ്ട് കമ്പ്യൂട്ടർ മൗസ് നിയന്ത്രിക്കാൻ സാധിച്ചതായി ഇലോൺ മസ്ക് അറിയിച്ചത് ഞെട്ടലോടെയാണ് ശാസ്ത്രലോകം കേട്ടത്. രോഗിയിൽ നിന്ന് പരമാവധി ലഭിക്കാവുന്നത്ര മൗസ് ബട്ടൺ ക്ലിക്കുകൾ നേടാനാണ് ന്യൂറാലിങ്ക് ഇപ്പോൾ ശ്രമിക്കുന്നത്. ചിപ്പ് ഘടിപ്പിച്ച മനുഷ്യൻ പൂർണ്ണമായും സുഖപ്രാപിച്ചതായും മസ്ക് വ്യക്തമാക്കി. തലച്ചോറിന്റെ പ്രവർത്തനം വായിക്കാനും രേഖപ്പെടുത്താനും സാധിക്കുന്ന കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മൈക്രോ ചിപ്പാണ് ന്യൂറാലിങ്ക്. തലമുടി നാരിനേക്കാൾ നേർത്ത 64 ഇംപ്ലാന്റുകൾ ചേർന്ന ചിപ്പാണ് ഇത്. തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ കമ്പ്യൂട്ടർ സർക്യൂട്ടുകൾ പിടിച്ചെടുക്കും. ഇതിനുള്ളിൽ സെൻസറുകളും വയർലെസ് രീതിയിൽ ചാർജ് ചെയ്യാവുന്ന ബാറ്ററികളും ഉണ്ട്. നമ്മുടെ മസ്തിഷ്കം നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ വൈദ്യുത സിഗ്നലുകൾ ഉപയോഗിക്കുന്നത് പോലെ ന്യൂറാലിങ്കിന്റെ ബ്രെയിൻ ചിപ്പ് ചിന്തകൾക്കും ഡിജിറ്റൽ ലോകത്തിനും ഇടയിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കുന്നുണ്ട്. 2016 മസ്ക് സഹസ്ഥാപകനായി സ്ഥാപിച്ച ന്യൂറോ ടെക്നോളജി കമ്പനിയുടെ പദ്ധതിയായിരുന്നു ബ്രെയിൻ ചിപ്പ്. മസ്തിഷ്കവും കമ്പ്യൂട്ടറും തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. മനുഷ്യന് നിരവധി പരിമിതികളെ ഇതുവഴി മറികടക്കാനാകുമെന്ന് മസ്ക് വിശ്വസിക്കുന്നുണ്ട്. ചലനശേഷി നഷ്ടപ്പെട്ടവർക്കും ശാരീരിക അവശതകൾ ഉള്ളവർക്കും പദ്ധതി സഹായകരമാകും. പൊണ്ണത്തടി, ഓട്ടിസം, വിഷാദം, സ്കീസോഫ്രീനിയ തുടങ്ങിയ അവസ്ഥകൾക്കുള്ള ചികിത്സയിലും ചിപ്പിന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നാണ് കമ്പനി കരുതുന്നത്. ഭാവിയിൽ AI സംവിധാനങ്ങളുമായി മനുഷ്യന്റെ തലച്ചോറിനെ ബന്ധിപ്പിക്കുന്ന തരത്തിലേക്ക് പദ്ധതി വളരുമെന്ന് മസ്ക് നേരത്തെ പറഞ്ഞത് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു. സുരക്ഷാ പ്രോട്ടോക്കോളുകളുടെ പേരിൽ കഠിനമായ സൂക്ഷ്മ പരിശോധനകളെയാണ് മസ്ക് അതിജീവിച്ചത്. സെപ്റ്റംബറിൽ ഹ്യൂമൻ ട്രയൽ റിക്രൂട്ട്മെന്റിന് അംഗീകാരം ലഭിച്ചതിന് ശേഷം കഴിഞ്ഞ മാസമാണ് കമ്പനി ആദ്യത്തെ മനുഷ്യരിൽ ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ചത്. കേൾക്കുമ്പോൾ പേടി തോന്നുമെങ്കിലും ലളിതമായ ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ന്യൂറാലിങ്കിന്റെ പ്രവർത്തനം. തലയോട്ടിയുടെ ചെറിയൊരു ഭാഗം നീക്കി അതിലൂടെ ചെറിയ ഒരു കമ്പ്യൂട്ടർ ചിപ്പ് വെച്ച തലച്ചോറും കമ്പ്യൂട്ടറുമായി ലിങ്ക് ചെയ്ത് പ്രവർത്തിപ്പിക്കുക എന്നതാണ് ന്യൂറാലിങ്ക് സാങ്കേതികവിദ്യ. ജൂലൈ 2016 കാലിഫോർണിയയിൽ മെഡിക്കൽ ഗവേഷണത്തിനായി രജിസ്റ്റർ ചെയ്തതാണ് ന്യൂറാലിങ്ക് കമ്പനി. ഇതിന് മുഴുവൻ പണവും ഇറക്കിയിരിക്കുന്നത് മസ്ക് തന്നെയാണ്. തുടക്കത്തിൽ അമ്യോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് അതായത് ALS പോലെയുള്ള കടുത്ത പ്രശ്നം തലച്ചോറിനെ ബാധിച്ചിരിക്കുന്നവരെ സഹായിക്കുക എന്ന ഉദ്ദേശമായിരുന്നു ഇതിനുള്ളത്. എന്നാൽ വർഷങ്ങൾക്കുള്ളിൽ 1 ലക്ഷങ്ങളാണ് മസ്കിനുള്ളത്. ചിന്തകളെപ്പോലും അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും വരെ ശേഷി ആർജിച്ചിരിക്കുമെന്ന് കരുതുന്ന
ന്യൂറൽ ലേസ് ടെക്നോളജി അടക്കമാണ് പുതിയ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസിന്റെ സാധ്യതയായി കാണുന്നത്. 2016 ഈ പരീക്ഷണത്തിന് സന്നദ്ധരായവരെ ക്ഷണിച്ച കമ്പനി ഇറക്കിയ കുറിപ്പിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഇതിനായി ആയിരക്കണക്കിന് പേർ എത്തിയെന്ന് മസ്ക് തന്നെ അറിയിച്ചിരുന്നു. തലയോട്ടിയുടെ ഒരു ഭാഗം തുറന്ന് അതിനുള്ളിൽ സ്ഥിരമായൊരു കമ്പ്യൂട്ടർ പ്രോസസ്സർ വയ്ക്കുക എന്ന സംവിധാനത്തിന് ഭാവിയിൽ പല ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിലും ന്യൂറാലിങ്കിന്റെ തുടക്കഘട്ടം ശരീരം തളർന്നു പോയവർക്കും കാഴ്ചശക്തി ഇല്ലാത്തവർക്കുമൊക്കെ തുണയാകുമായിരുന്നു. നേരത്തെ പന്നികളിലും കുരങ്ങുകളിലുമാണ് ടെസ്റ്റ് ചെയ്ത് ഇത് വിജയം നേടിയിട്ടുള്ളത്. പക്ഷെ 2022 ഒരു കുരങ്ങ് ചത്തത വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. മസ്ക ഈ പരീക്ഷണങ്ങളിൽ ധൃതി കൂട്ടുന്നുവെന്നും ആരോപണമുയർന്നു. പക്ഷെ കുരങ്ങ് ചത്തത മറ്റ് കാരണങ്ങൾ കൊണ്ടാണെന്ന് പിന്നീട് വെളിപ്പെട്ടു. മാത്രമല്ല, തളർന്നു കിടക്കുന്ന രോഗികളിലും മറ്റും ഇത് ഏറെ ഗുണം ചെയ്യുമെന്ന് പല ശാസ്ത്രജ്ഞന്മാരും എഴുതിയതോടെ പൊതുബോധം മാറി. 6 വർഷം നീണ്ട പഠനമായിരുന്നു തുടർന്ന് നടന്നത്. നട്ടലിന് ക്ഷതമേറ്റ് തളർന്ന ക്വാഡ്രിപ്ലീജിയ, ALS രോഗാവസ്ഥകളിലുള്ളവരിലായിരുന്നു പരീക്ഷണം. മനുഷ്യരുടെ തലച്ചോറും മൈക്രോചിപ്പും തമ്മിൽ ബന്ധിപ്പിച്ച ചില രോഗാവസ്ഥകളിലുള്ളവരെ സഹായിക്കാനൊക്കുമോ എന്നറിയാനായിരിക്കും ശ്രമം. ഇതിന് സ്വമേധയായി മുന്നോട്ട് വന്നവരെ ക്ഷണിച്ചാണ് കമ്പനി പരസ്യം ചെയ്തത്. ഒരാളുടെ തലച്ചോറിൽ സൃഷ്ടിക്കപ്പെടുന്ന സിഗ്നലുകൾ ന്യൂറാലിങ്ക് വഴി വ്യാഖ്യാനിച്ച് ആ വിവരം തലച്ചോറിന് വെളിയിലുള്ള ഉപകരണങ്ങളിലേക്ക് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് കണക്ട് ചെയ്യുക എന്ന ലക്ഷ്യമാണ് പരീക്ഷണത്തിന്. ഈ പരീക്ഷണത്തിന് വിധേയമാവുന്ന രോഗികളുടെ മസ്തിഷ്കത്തിൽ ചലനങ്ങൾ നിയന്ത്രിക്കുന്ന ഭാഗത്തായാണ് ശസ്ത്രക്രിയയിലൂടെ ന്യൂറാലിങ്ക് ചിപ്പ് ഘടിപ്പിക്കുക. ഒരു റോബോട്ട് ഉപയോഗിച്ചായിരിക്കും ഈ ശസ്ത്രക്രിയ നടക്കുക. ശേഷം മസ്തിഷ്കത്തിൽ നിന്നുള്ള സിഗ്നലുകൾ പിടിച്ചെടുക്കുകയും അവയെ ഒരു ആപ്പിലേക്ക് അയക്കുകയും ചെയ്യും. ചിന്തകളിലൂടെ ഒരു കമ്പ്യൂട്ടർ കഴ്സറും കീബോർഡും നിയന്ത്രിക്കുന്നതിന് രോഗികളെ പ്രാപ്തമാക്കുകയാണ് പരീക്ഷണത്തിന്റെ പ്രാഥമിക ലക്ഷ്യമായി കമ്പനി പറയുന്നത്. അതിലാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. മനുഷ്യരുടെ ചരിത്രത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു പരീക്ഷണമാണ് ഇത്. ആദ്യഘട്ടത്തിൽ 40 വയസ്സിൽ താഴെയുള്ള അവയവങ്ങൾ തളർന്ന മുതിർന്നവരിലേക്കാണ് പരീക്ഷണം നടത്തിയത്. 2024 11 പേരിലാണ് ടെസ്റ്റ് നടത്തിയത്. ഇതിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനങ്ങൾ കൂടെ ഉൾപ്പെടുത്തി രണ്ടാം ഘട്ടത്തിൽ 2030 മുൻപ് 22,000 പേരിൽ ഈ പരീക്ഷണം നടത്തുമെന്നാണ് മസ്കിന്റെ ജീവചരിത്രകാരന്മാരിൽ ഒരാളായ ആഷ്ലി വാൻസ് പറയുന്നത്. ഇതിൽ സ്വമേധയാ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് പണം നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തലയോട്ടിക്ക് തുളയിടുന്ന ശസ്ത്രക്രിയയെ ക്രനിയക്ടമി എന്നാണ് വിളിക്കുന്നത്. ന്യൂറാലിങ്കിന്റെ പരീക്ഷണത്തിന് സന്നദ്ധത അറിയിച്ചെത്തുന്നവർക്ക് ക്രനിയക്ടമി നടത്താൻ ഒരു വിദഗ്ധനായ സർജന് 2 മണിക്കൂറോളം എടുക്കും. ചിപ്പ് വയ്ക്കുന്നത് റോബോട്ടായിരിക്കും. അതിന് 25 മിനിറ്റും എടുത്തേക്കുമെന്നാണ് കണക്കുകൂട്ടൽ. രോഗിക്ക് പ്രശ്നം സൃഷ്ടിക്കാതെ ഇവിടെ നിന്ന് പ്രയോജനപ്രദമായ ഡേറ്റ ശേഖരിക്കാനാകുമെന്ന് തെളിയിക്കുക എന്നതായിരിക്കും പ്രഥമ ഘട്ട പരീക്ഷണത്തിന്റെ ലക്ഷ്യം. ന്യൂറാലിങ്ക് ചിപ്പ് ഇങ്ങനെ ശേഖരിക്കുന്ന ഡേറ്റ അടുത്തിരിക്കുന്ന ഒരു ലാപ്ടോപ്പിലേക്കോ ടാബ്ലറ്റിലേക്കോ വയർലെസ്സായി പ്രക്ഷേപണം ചെയ്യും. ഇത്തരം ഒരു ഉപകരണം തലച്ചോറിൽ പിടിപ്പിക്കുന്നതിൽ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കുമോ എന്ന പേടിയായിരുന്നു ന്യൂറാലിങ്കിന്റെ ഗവേഷകർക്ക്. ചിപ്പിലുള്ള ലിഥിയം ബാറ്ററി തലയോട്ടികൾക്കുള്ളിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന പേടിയും ഉപകരണത്തിന്റെ വയറുകൾ തലച്ചോറിലേക്ക് പറ്റിപ്പിടിച്ചു പോകുമോ എന്ന പേടിയും ഒക്കെയായിരുന്നു ഗവേഷകർ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ കമ്പനി നൽകിയ വിശദീകരണങ്ങൾ അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകരിച്ചതോടെ രോഗികളിലുള്ള പരീക്ഷണം ആരംഭിക്കുകയായിരുന്നു. വരുന്ന കാലത്ത് അമിതവണ്ണം, ഓട്ടിസം, വിഷാദരോഗം, സ്കിറ്റ്സോഫ്രീനിയ തുടങ്ങിയ രോഗങ്ങളുള്ളവർക്കും ചിപ്പ് ഗുണകരമായേക്കുമെന്നാണ് മസ്ക് കരുതുന്നത്. ഒറ്റനോട്ടത്തിൽ ഭ്രാന്ത് എന്ന ആശയങ്ങൾക്ക് പിറകെ പോയത് തന്നെ ആയിരിക്കണം കയ്യിൽ കാൽ കാശില്ലാത്ത ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലെത്തി പിന്നെ വളർന്ന് പന്തലിച്ച മസ്കിന്റെ വിജയത്തിനും അടിസ്ഥാനം. 2018 തന്റെ ബഹിരാകാശ മേഖലാ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ ഹെവി എന്ന റോക്കറ്റ് വിക്ഷേപിച്ചപ്പോൾ ടെസ്ല റോഡ്സ്റ്റർ എന്ന ആരും കൊതിക്കുന്ന കാറും ബഹിരാകാശത്തേക്ക് അയച്ചു മസ്ക്. ഈ കാർ എപ്പോഴും ബഹിരാകാശത്തെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഇതുപോലെ ഒരു വട്ട് കാണിക്കാൻ മസ്കിനെ കഴിയൂ. ഇലോൺ മസ്ക് 2050 ചൊവ്വയിൽ 10 ലക്ഷം പേരുടെ ഒരു കോളനി സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനായുള്ള ധനസമാഹരണത്തിന് $10 കോടി മൂല്യമുള്ള തൻ്റെ റിയൽ എസ്റ്റേറ്റ് വസ്തുക്കൾ മസ്ക് വിൽക്കാൻ തുടങ്ങുകയായിരുന്നു. തൻ്റെ പേരിലുണ്ടായിരുന്ന അവസാന വീടും വസ്തുവും 210 കോടി രൂപയ്ക്ക് മസ്ക് ഇടയ്ക്ക് വിറ്റു. ചൊവ്വയിൽ ഒരു കോളനി സ്ഥാപിക്കാനായി തൻ്റെ വീടുകളും വസ്തുക്കളും
വിൽക്കുമെന്ന് കുറേ കാലം പറഞ്ഞു നടന്നിട്ടാണ് ഇത് വിറ്റത്. 16,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ ബംഗ്ലാവിൽ 9 കിടപ്പമുറികളും 10 ബാത്റൂമുകളും ഉണ്ട്. കോളനി സ്ഥാപിച്ച ശേഷം ചൊവ്വയിലൊരു നഗരം പണിയണമെന്നായിരുന്നു മസ്കിന്റെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ. അതിനായി സന്നാഹങ്ങളും ഒരുക്കി വരികയാണ് ഇപ്പോൾ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുനരുപയോഗ സാധ്യതയുള്ള റോക്കറ്റ് സ്റ്റാർഷിപ്പ് മികച്ച ഉദാഹരണമാണ്. മസ്കിന്റെ ഭ്രമലോകത്തിൽ ഭൂമിയിൽ മാത്രമായിരിക്കില്ല മനുഷ്യർ താമസിക്കുന്നത്. സൗരയൂഥത്തിലെ വിവിധ ഇടങ്ങളിൽ മനുഷ്യരുടെ കോളനികൾ ഉണ്ടാകും. സ്റ്റാർഷിപ്പ് പോലുള്ള വമ്പൻ റോക്കറ്റുകൾ ഭൂമിയിൽ നിന്ന് ആളുകളെ അങ്ങോട്ടെത്തിക്കും. ഇത്തരത്തിൽ മസ്കിന്റെ തലയിലുദിക്കുന്ന ആശയങ്ങൾ ലോകത്തെ ആദ്യം ചിരിപ്പിക്കുകയും പിന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യും. പഠനനാളുകളിൽ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ഒരു പയ്യനിൽ നിന്നാണ് മസ്ക് ഇന്ന് ഈ രീതിയിൽ വളർന്നത്. ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ 1971 ജൂൺ 28-നായിരുന്നു മസ്ക് ജനിച്ചത്. പകൽ സ്വപ്നങ്ങളിൽ മുഴുകിയ ബാല്യം മസ്കിനെ സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികൾക്കിടയിൽ പരിഹാസ കഥാപാത്രമാക്കിയിരുന്നു. മസ്കിനെന്തോ കുഴപ്പമുണ്ടെന്ന് കരുതി രക്ഷിതാക്കൾ വൈദ്യപരിശോധന വരെ നടത്തിയിട്ടുണ്ട്. നിർബന്ധിത സൈനിക സേവനം ഭയന്ന ഇലോൺ മസ്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കാനഡയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. 1989 അദ്ദേഹം കാനഡയിലാണ് ഡിഗ്രി പഠിച്ചത്. തുടർന്ന് 1992 തൻ്റെ സ്വപ്ന രാജ്യമായ US എത്തിച്ചേരുകയും അവിടെ പെൻസിൽവേനിയ സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. US പഠന നാളുകൾ പ്രതിദിനം $1 മാത്രമായിരുന്നു മസ്ക് ചിലവാക്കിയത്. ഓറഞ്ചുകളായിരുന്നു പ്രധാന ആഹാരം. സഹോദരനുമായി ചേർന്ന് 1995 ആരംഭിച്ച കൊച്ചു കമ്പനിയിൽ നിന്നാണ് മസ്കിന്റെ ഭാഗ്യം തെളിയുന്നത്. പത്രങ്ങൾക്ക് ഓൺലൈൻ സിറ്റി ഗൈഡ് സോഫ്റ്റ്വെയർ നൽകുക എന്നതായിരുന്നു ബിസിനസ്. 1998 മസ്ക് പിന്നീട് എക്സ്കോം എന്ന ഓൺലൈൻ ബാങ്കിംഗ് കമ്പനി ആരംഭിക്കുകയായിരുന്നു. ഒരു വർഷത്തിന് ശേഷം ഇത് പീറ്റർ തീൽ സ്ഥാപിച്ച സാമ്പത്തിക സ്റ്റാർട്ടപ്പ് കോൺഫിനിറ്റിയുമായി ലയിക്കുകയും പേപ്പാൽ രൂപീകരിക്കുകയും ചെയ്തു. പിന്നീട് പേപ്പാലിന്റെ CEO ആയി മസ്കിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. പക്ഷേ അത് അധിക നാൾ നീണ്ടു നിന്നില്ല. ബ്രാൻഡിങ്ങിലും മൈക്രോ മാനേജിങ്ങിലും നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷം 2000 പേപ്പാലിൽ നിന്ന് മസ്കിനെ പുറത്താക്കുകയായിരുന്നു. പക്ഷേ അതും മസ്കിന് ഗുണം ചെയ്തു. അയാൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുകയായിരുന്നു. പിന്നീട് സ്വന്തമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. അക്കാലം മുഴുവൻ തന്നെ ആഡംബര കാറുകളോടും മറ്റുമുള്ള മസ്കിന്റെ കമ്പം ശ്രദ്ധ നേടിയിരുന്നു. മസ്കിന്റെ ചിന്തകളുടെയും സങ്കല്പങ്ങളുടെയും യഥാർത്ഥ വലിപ്പം ലോകം കണ്ടത് 2002 സ്പേസ് എക്സ് ആരംഭിക്കുന്നതോടെയാണ്. മസ്കിന് ആകാശമൊന്നും ഒരു പരിധിയേ അല്ലെന്ന് പിന്നീട് കാലം തെളിയിക്കുകയായിരുന്നു. ആകാശത്തിനായി മാത്രമല്ല ഭൂമിക്ക് വേണ്ടിയും മസ്കിന് പദ്ധതികൾ ഉണ്ടായിരുന്നു. 2004 മസ്ക് ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ല ആരംഭിച്ചു. പിന്നീട് അദ്ദേഹത്തെ ഓൾ ഇലക്ട്രിക് കാറായ റോഡ്സ്റ്റർ വികസിപ്പിക്കാൻ ഊർജ്ജം ചെലവഴിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഊർജ്ജ സംരക്ഷണത്തിനായി സോളാർ സിറ്റി എന്നൊരു കമ്പനിക്ക് കൂടി മസ്ക് രൂപം നൽകി. എന്നാൽ മസ്കിന്റെ കമ്പനികൾ ആകാശത്തും ഭൂമിയിലും തുടക്കം മുതൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നില്ല. സ്പേസ് എക്സോ ടെസ്ലയോ സോളാർ സിറ്റിയോ നന്നായി പ്രവർത്തിച്ചില്ല എന്ന് മാത്രമല്ല മസ്കിന്റെ കുറെ പണം പോവുകയും ചെയ്തിട്ടുണ്ട്. അതിജീവനത്തിനായി വായ്പ എടുത്താണ് മസ്ക് പിന്നീട് ജീവിച്ചത്. എന്നാൽ 2008 ഡിസംബറോടെ ബഹിരാകാശത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് സായുധമായി $1.5 മില്യൺ കരാർ സ്പേസ് എക്സ് നേടുകയായിരുന്നു. ഇത് ക്ലിക്കായതോടെ ടെസ്ലയും കൂടുതൽ വിദേശ നിക്ഷേപകരെ സുരക്ഷിതമാക്കി. 2010 ടെസ്ല $226 മില്യൺ സമാഹരിച്ചു. മെയ് 22 ഫാൽക്കൺ 9 എന്ന കമ്പനി റോക്കറ്റ് വിക്ഷേപിച്ച സ്പേസ് എക്സ് ചിത്രം സൃഷ്ടിച്ചു. പിന്നീട് അങ്ങോട്ട് മസ്കിന് വച്ചടി കയറ്റമായിരുന്നു. 2 വർഷമായി ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിനെ വെട്ടിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എന്ന പദവിയും മസ്കിനെ തേടിയെത്തുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള മസ്കിന്റെ ജീവിതം എല്ലാവർക്കും അറിയാവുന്നതാണ്.